CPIM നേതാവും ഉടുമ്പൻചോല MLA-യുമായ M. M. മണിയുടെ സഹോദരൻ M. M. ലംബോദരന്റെ സ്ഥാപനത്തിൽ നിന്ന് ഫയലുകൾ പിടിച്ചെടുത്ത് കേന്ദ്ര GST വകുപ്പ്. ഇന്നലെ അടിമാലി ഇരുട്ടുകാനത്തെ സ്ഥാപനത്തിൽ 11 മണിക്കൂറിലധികമാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. നികുതി വെട്ടിച്ചെന്ന പരാതിയിലായിരുന്നു നടപടി. എന്നാൽ സ്വാഭാവിക പരിശോധന മാത്രമെന്നാണ് ലംബോദരന്റെ പ്രതികരണം. അടിമാലി ഇരുട്ടുകാനത്ത് പ്രവർത്തിക്കുന്ന സ്പൈസസ് ഗാർഡൻ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ലംബോദരൻ നികുതി വെട്ടിപ്പ് നടത്തുന്നു എന്ന പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര GST വിഭാഗം സ്ഥാപനത്തിൽ നേരിട്ടെത്തി പരിശോധന നടത്തിയത്. 10 മണിയോടെ എത്തിയ ഉദ്യോഗസ്ഥർ ആദ്യം സ്ഥാപനത്തിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തു. പിന്നീട് ലംബോദരനെ സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തി. മണിക്കൂറുകൾ ചോദ്യം ചെയ്യൽ നീണ്ടു. ജീവനക്കാരെ ചോദ്യം ചെയ്തതിൽ അവ്യക്തത ഉണ്ടായതോടെയാണ് ലംബോദരനെ വിളിച്ചു വരുത്തിയത്. എന്നാൽ 11.5 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധന അവസാനിപ്പിച്ച GST ഉദ്യോഗസ്ഥർ മടങ്ങുമ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കുവാൻ തയ്യാറായില്ല. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് സ്വാഭാവികമായി എല്ലാ വർഷവും നടത്തുന്ന പരിശോധനയാണ് നടന്നതെന്ന് ലംബോദരൻ പ്രതികരിച്ചു. അവരുടെ ഡ്യൂട്ടിയാണിത്. നമ്മുടെ അക്കൗണ്ട്സുകളെല്ലാം കൃത്യം നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ആ നിലയ്ക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട കടമ അവർക്കുണ്ട്. അത് പരിശോധിച്ചതിൽ നിന്ന് യാതൊരു വിധത്തിലും ഒരു ക്രമക്കേടും അവർക്ക് കണ്ടെത്താൻ ഒത്തിട്ടുമില്ല. ചില ഫയലുകൾ GST ഉദ്യോഗസ്ഥർ കൂടുതൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയി. ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുന്നതിനാണ് ഉദ്യോഗസ്ഥർ ഫയലുകൾ കൊണ്ടുപോയത്. വീഡിയോ ജേർണലിസ്റ്റ് S. ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.